അസ്സലാമലൈക്കും കൂട്ടുകാരെ, വെൽക്കം ടു റിസാസ് പോഡിയം. എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? എനിക്കും ഒത്തിരി ഇഷ്ടമാണ് കഥ കേൾക്കാൻ, പ്രത്യേകിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ. എപ്പോഴും എൻ്റെ പപ്പയും അമ്മയും കുറേ നല്ല കഥകൾ പറഞ്ഞു തരാറുണ്ട്. അതിൽ നല്ല കഥയാണ് ഞാൻ ഇന്നോട് പങ്കുവെക്കാൻ പോകുന്നത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ ബീവിൻ്റെയും പ്രണയക്കഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ കരളിൻ്റെ കഷ്ണമായിരുന്നു ഫാത്തിമ ബീബി, പൊന്നാര മോള്. ഒരുപാട് വിവാഹാലോചനകൾ വന്നെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മോള് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു. വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. മദീനയിൽ അത്രയും സന്തോഷകരമായ ദിവസം വേറെ ഉണ്ടായിരുന്നില്ല. ആ വിവാഹം രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മോളിനെ വിളിച്ച് പറഞ്ഞു, ഫാത്തിമ, നിനക്ക് പട്ടിണി കിടക്കേണ്ടി വന്നേക്കാം, ദാരിദ്ര്യത്തിലായേക്കാം, പക്ഷേ അലി നിന്നെ ഒരിക്കലും വേദനിപ്പിക്കൂല, അത്രയേറെ ഇഷ്ടമാവൻ നിന്നെ. പിന്നെ രണ്ടുപേരെയും വിളിച്ച് പറഞ്ഞു, എന്തൊക്കെ ജീവിതത്തിൽ പറ്റിയാലും അള്ളാഹുവിനെ മറന്നുള്ള ഒരു ജീവിതം നയിക്കരുത്. അങ്ങനെ അവരുടെ ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് പോയി. ദിവസങ്ങൾ കഴിഞ്ഞു. ഫാത്തിമ ബീബി ഗർഭിണിയായി. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു ജോലി കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടതിനിടയിൽ ഫാത്തിമ ബീബി അറിയാണ്ട് മധുരമുള്ള ഈത്തപ്പഴം തിന്നാനുള്ള ഒരു ആഗ്രഹം പറഞ്ഞു. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഒട്ടും പൈസ ഉണ്ടായിരുന്നില്ല. പക്ഷേ അലി റളിയല്ലാഹു അൻഹു ഒന്നും നോക്കാതെ നേരെ മധുരമുള്ള ഈത്തപ്പഴം കിട്ടുന്ന കടയിലേക്ക് പോയി. അവിടെ തൻ്റെ അരപ്പട്ട് ഊരി കൊടുത്തു. എന്നിട്ട് അതിന് കിട്ടുന്നുള്ളൊരു മധുരമുള്ള ഈത്തപ്പഴം വാങ്ങി വീട്ടിലേക്ക് വരുന്ന ഒരു വഴിയിൽ ഒരു യാചകനെ കണ്ടു. ആ യാചകൻ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അലി, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും തിന്നാൻ തരണം. അലി റളിയല്ലാഹു അൻഹു ഒന്നും ആലോചിക്കാതെ ആ മധുരമുള്ള ഈത്തപ്പഴം കൊടുത്തു. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ആർത്തിയോട് കഴിച്ചു. അലി റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ നോക്കി നിന്നു. എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങി. ഭാര്യയുടെ അടുത്തെത്തിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു വളരെ സാമ്യത്തോടെ പറഞ്ഞു, എല്ലാ കഥകൾ പറഞ്ഞു കൊടുത്തു. ഫാത്തിമ, നമുക്ക് ഇതെങ്കിലും തിന്നാണ്ടല്ലോ, അദ്ദേഹം ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്. പിന്നെ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ, ഞാൻ ചെയ്ത് നിനക്ക് വിഷമായോ? ഫാത്തിമ പൊഞ്ചിച്ചിട്ട് പറഞ്ഞു, മധുരമുള്ള ഈത്തപ്പഴം തിന്നണേക്കാൾ എന്നെ സന്തോഷിപ്പിച്ചത് പട്ടിണി കിടക്കുന്ന അയാൾക്ക് ആഹാരം കൊടുത്തതിലാണ്. അത്രയും സൂക്ഷ്മതയിലായിരുന്നു അവരുടെ ജീവിതം. പരിഭവങ്ങളോ പരാതികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ദാനധർമ്മത്തിന്റെ മഹത്വം മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് പോയി. ഫാത്തിമ ബീബിയുടെ മരണശേഷം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, നീ പോയതിൽ പിന്നെ ഈ ലോകം ഒട്ടും സുന്ദരമല്ല. നീ ഇല്ലാതെ ഈ ലോകത്തിൽ എത്ര കാലം ജീവിക്കണം എന്നോട് ഭയപ്പെടുത്തുന്നുണ്ട്. പ്രണയാർദ്രമായ ദാമ്പത്യം അങ്ങനെ അവസാനിക്കുകയാണ്. നാഥൻ അവരെ കൂടെ നമ്മളെയും നാളെ സ്വർഗത്തിൽ ഒന്നിച്ചു കൂട്ടട്ടെ. ആമീൻ. Assalamu alaikum. If you like my video, please like, subscribe and ring the bell. Bye bye.